ഒരു പ്രദേശത്ത് നല്ലൊരു മനുഷ്യനുണ്ടായിരുന്നു, നല്ലൊരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം പള്ളിയിൽ വരും, ഫർള് നിസ്കരിക്കും. സാധാരണ നല്ല മനുഷ്യരെന്ന് പറയുന്ന വലിയ വലിയ ആളുകളെ കാണുന്നത് നിസ്കാരത്തിന് മുമ്പ് കുറേ സുന്നത്ത് നിസ്കരിക്കുന്നു, നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെയും കുറേ സുന്നത്ത് നിസ്കരിക്കുന്നു, കുറേ ദിക്ർ പറയുന്നു, കുറേ ഖുർആൻ ഓതുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യാറുള്ളത്. അവരെക്കുറിച്ചിട്ടാണ് നമ്മൾ നല്ല മനുഷ്യന്മാരെന്നും വലിയ ആളുകളെന്നൊക്കെ പറയാറുള്ളത്. പക്ഷേ ഇദ്ദേഹം അതിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ്. ഇദ്ദേഹം അങ്ങനെ വലിയ സുന്നത്ത് നിസ്കാരങ്ങളൊന്നുമില്ല, അതിന് സമയമില്ല. മൂപ്പര് പെട്ടെന്ന് വന്ന് ഫർളൊക്കെ നിസ്കരിച്ച് എല്ലാവർക്കും കൈ കൊടുത്ത് ചിരിച്ചിട്ട് വേഗം അങ്ങ് പുറത്തേക്ക് ഇറങ്ങി അങ്ങ് പോകും. പക്ഷേ ജനങ്ങൾ മുഴുവൻ ഇദ്ദേഹത്തെ അങ്ങേയറ്റം ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. കാണുമ്പോഴൊക്കെ കൈപിടിച്ചിട്ട് എനിക്കും ദ്വാരക്കണേ എന്നൊക്കെ പറയും. എല്ലാവരും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ ബാഹ്യമായ നോട്ടത്തിൽ വലിയ അമലുകളൊന്നും കാണുന്നില്ല. ആ നാട്ടിലെ ഒരു കച്ചവടക്കാരനായ ചെറുപ്പക്കാരന് ഇയാളുടെ മഹത്വത്തെക്കുറിച്ചിട്ടൊരു സംശയം വന്നു. ഇയാളിങ്ങനെ ചെറുപ്പക്കാരൻ ചിന്തിക്കുകയാണ്, വലിയ ആളാ പോലും 2 റക്അത്ത് സുന്നത്ത് പോലും നിസ്കരിക്കാനായ ഒഴിവില്ല, ഒരു 10 ദിക്ർ പറയാനായ ഒഴിവില്ല. ഞങ്ങളൊക്കെ 2-ന് പകരം എത്ര സുന്നത്ത് നിസ്കരിക്കും, എത്ര ദിക്ർ. എന്നിട്ട് നാട്ടുകാരല്ല ഇയാളെയാണ് പുണ്യവാളൻ എന്ന് വിളിക്കുന്നത്. എപ്പോൾ നോക്കിയാലും പുറത്ത്. അങ്ങനെ ഇയാളെക്കുറിച്ച് സംശയദൃഷ്ടിയോടുകൂടി ചെറുപ്പക്കാരൻ പിന്നാലെ നടക്കുമായിരുന്നു എന്നാണ്. ഒരു ദിവസം ജുമാ നിസ്കാരത്തിന് പോലും സമയത്ത് ഇയാൾ വന്നു, ഫർള് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ ഉടനെ പുറത്തേക്ക് ഇറങ്ങി. ഈ ചെറുപ്പക്കാരന് വാശിയായി, അയാൾ കൂടെ പോയി. രഹസ്യമായ നിലയിൽ ചെറുപ്പക്കാരൻ പുറയിൽ അദ്ദേഹത്തെ പിന്തുടർന്നു. മെല്ലെ പോയി നോക്കുമ്പം നിസ്കാരത്തിന് ശേഷം ഓടി ഇറങ്ങി കമ്പോളത്തിലൂടെ നടന്നു പോകുന്ന ഈ മനുഷ്യൻ സുന്നത്ത് പോലും നിസ്കരിക്കാതെ, വലിയ പുണ്യവാളനാണെന്ന് നാട്ടുകാർ പറയുന്ന ഈ മനുഷ്യൻ നേരെ പോയി വളരെ രുചികരമായ ഭക്ഷണം വിളമ്പി വിൽക്കുന്ന ഒരു ഹോട്ടലിൽ, ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിൽ നിന്നു. അവിടുന്ന് ചൂട് റൊട്ടിയും കബാബും ഒക്കെ വാങ്ങി ഒരു സഞ്ചിക്കകത്താക്കിയിട്ട് നടന്നു. അപ്പോൾ ഈ ചെറുപ്പം വെറുതെ അല്ല 2 റക്അത്ത് നിസ്കരിക്കാൻ പോലും കൂട്ടാക്കാതെ ഇങ്ങനെ ചൂട് ഫുഡ് വാങ്ങുക, അടിച്ചു പൊളിക്കുക, അല്ലേ, സുഖം എടുക്കുക. എന്നിട്ട് ആളുകളുടെ മുമ്പിൽ ഞാൻ വലിയ പുണ്യവാളനാണെന്ന് പറയാം. അങ്ങനെ വിടാൻ പറ്റൂല, അറിയണമല്ലോ ഇയാൾ എവിടെയാ പോകുന്നത്. നോക്കുമ്പം അയാൾ നടന്ന് നഗരം വിട്ടിട്ട് വിജനമായ ഒരു മരുഭൂമിയിലേക്ക് ഇങ്ങനെ നടക്കുന്നു. ഇതെവിടെയാ അയാൾ പോകുന്നത്? അപ്പോൾ ഇയാൾ ഒറ്റയ്ക്കല്ല. നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് ചെറിയ ടച്ചിങ് ഒക്കെ വാങ്ങിയിട്ട് ആരുമില്ലാത്ത ഒഴിഞ്ഞ സ്ഥലത്ത് ചങ്ങായിമാരെയൊക്കെ വിളിച്ച് വരുത്തിയിട്ട് ഇരുന്ന് അടിച്ചു പൊളിക്കേണ്ട പരിപാടി ആയിരിക്കുമല്ലേ എന്ന് വിചാരിച്ച് ചെറുപ്പക്കാരൻ പിന്നെയും പിന്തുടർന്നു. കുറേ ദൂരം നടന്നു പോയപ്പം ആ ഒഴിഞ്ഞ കോണിൽ ചെറിയൊരു കൊച്ചു കൂര. ആ കൂര എന്ന് പറഞ്ഞാൽ പൊളിഞ്ഞു വീഴാനായി. അതിന് വാതിലൊന്നുമില്ല, ഒരു ചാക്ക് കൊണ്ട് മറയ്ക്കപ്പെട്ട വാതിൽ. ഈ മനുഷ്യൻ തൻ്റെ കയ്യിലെ ഫ്രഷ് ഭക്ഷണം, ചൂടുള്ള ഭക്ഷണവും കൊണ്ട് ആ ചാക്കിൻ്റെ വിരി മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് ഇയാൾ പുറയിൽ നിന്ന് ഇങ്ങനെ വീക്ഷിക്കുക. ഉള്ളിലേക്ക് കടന്നു നോക്കുമ്പം വയസ്സായ കൂനിപ്പൊത്തിയ ഒരു സാധുവായ ഒരു മനുഷ്യൻ, വൃദ്ധനായ മനുഷ്യൻ, കണ്ണു കാണാത്ത ആൾ ഇങ്ങനെ മലർന്ന് കിടക്കുകയാണ് അംഗവൈകല്യത്തോടുകൂടി. ഈ മനുഷ്യൻ അടുത്ത് വന്ന് സലാം പറഞ്ഞപ്പോൾ മോനെ നീ വന്നോ? ഞാൻ വന്നു. അദ്ദേഹത്തിൻ്റെ ശിരസ്സെടുത്ത് തൻ്റെ മടിയിൽ വെച്ചു. താൻ കൊണ്ടുവന്ന ഈ ഭക്ഷണത്തിൻ്റെ പൊതി നിവർത്തി അതിൽ നിന്നും ഓരോരോ പീസുകൾ അതിൻ്റെ കഷ്ണങ്ങളോടൊപ്പം ആ വായിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുക. ചവച്ച് കഴിയുന്നത് വരെ കാത്തു നിൽക്കുക, നല്ല വർത്തമാനങ്ങൾ പറയുക. കഴിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ തൻ്റെ കീശയിൽ നിന്ന് ടവലെടുത്ത് ആ മനുഷ്യൻ്റെ മുഖമൊക്കെ ഇങ്ങനെ തുടച്ചു കൊടുത്തു, ആശ്വസിപ്പിച്ചു, സമാധാനിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ബാപ്പാ ഇന്ന് ഞാൻ ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് സുന്നത്ത് നിസ്കരിക്കാൻ പോലും ഞാൻ നിന്നില്ല, സുന്നത്ത് നിസ്കരിക്കാൻ പറ്റിയില്ല. ഞാൻ വേഗം അങ്ങ് വിശന്നിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓടി വന്ന് അങ്ങേക്ക് ഭക്ഷണം തരാൻ ഓടി വന്നതാണ്. എന്നെ വിടുകയാണെങ്കിൽ ഞാൻ പോയി സുന്നത്ത് നിസ്കരിക്കായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ മനുഷ്യൻ ഇങ്ങനെ മെല്ലെ എണീറ്റ്, മോനെ, എൻ്റെ സ്വന്തം മക്കൾ എന്നെ ഇങ്ങനെ നോക്കിയില്ല. എൻ്റെ സ്വന്തം മക്കളാൽ ഞാൻ ഒറ്റപ്പെടുത്തപ്പെടുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത് ഈ കുടിലിൽ കഴിയാണ്. എൻ്റെ മക്കൾ അവരെന്നെ നോക്കിയില്ല. എൻ്റെ മകനല്ലാത്ത ഒരു സാധാരണക്കാരനായ നീ, കണ്ണുപോലും കാണാത്ത എന്നെ, എൻ്റെ പ്രശംസകളൊന്നും പ്രതീക്ഷിക്കാതെ ഇത്ര കൃത്യമായ നിലയിൽ പോറ്റി വളർത്തുന്നതിന് പടച്ചോൻ നിനക്ക് കൂലി തരും മോനെ, പടച്ചോൻ നിന്നെ കബൂലാക്കും മോനെ, പടച്ചോൻ നിനക്ക് വലിയ മഹത്വം തരും മോനെ. ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് കുറേ ദുആ ചെയ്തു. പുറത്തുനിന്ന് ആ ചെറുപ്പക്കാരൻ അറിയാതെ പൊട്ടിക്കരഞ്ഞുപോയി. പടച്ചോനെ, വെറുതെ അല്ല ഈ മനുഷ്യനെ ആളുകൾ ഇങ്ങനെ ആദരിക്കുന്നത്, വെറുതെ അല്ല ഈ മനുഷ്യനെ നാട്ടുകാരുടെ കണ്ണിൽ പുണ്യവാളനായി പ്രഖ്യാപിക്കപ്പെട്ടത്. ഈ മനുഷ്യൻ നമ്മളെപ്പോലെ
നമ്മളുടെ സുന്നത്ത് നിസ്കാരങ്ങളിലൂടെ ഞാൻ വലിയ ആളായി എന്ന് വിചാരിച്ച ആളല്ല, നമ്മുടെ ദിക്റുകളിലൂടെ വലിയ ആളായി എന്ന് വിചാരിച്ച ആളല്ല, നമ്മുടെ ബാഹ്യമായ അനുഷ്ഠാനങ്ങളിലൂടെയും അമലുകളിലൂടെയും വലിയ ആളായി എന്ന് വിചാരിച്ച ആളല്ല, നമ്മൾ വിചാരിച്ചിടത്തല്ല. ഈ മനുഷ്യൻ രഹസ്യമായ നിലയിൽ ചെയ്യുന്ന ഈ നന്മകളാണ് പുണ്യം, ഈ നന്മകളാണ് പടച്ചവന് ഇഷ്ടം. ഈ നന്മകളുടെ പേരിലാണ് അല്ലാഹു തആല ഈ മനുഷ്യർ ഇത്രയും വലിയ അംഗീകാരം നൽകിയത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഓതിക്കേട്ട ഓരോ ആയത്തുകളിലും ഓരോ സൂറത്തുകളിലും അല്ലാഹു പ്രത്യേകം സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെയൊക്കെ പറയുന്നത് മനുഷ്യരോട് നല്ല നിലയിൽ പെരുമാറണം, മനുഷ്യന്മാരോട് നല്ല നിലയിൽ പെരുമാറണം, മനുഷ്യന്മാരോട് സ്നേഹത്തോടെ പെരുമാറണം, അവർക്ക് സാധിക്കുന്നത് പോലത്തെ ഉപകാരങ്ങൾ ചെയ്യണം, അവർക്ക് സാധിക്കുന്നത് പോലത്തെ ഉപകാരങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിടത്തൊക്കെ നമുക്ക് വരികൾക്കിടയിൽ വായിക്കാൻ അല്ലാഹു തആല ഒരു സന്ദേശം നൽകി. സാധിക്കുന്നിടത്തോളം ഉപകാരം ചെയ്യണം എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുന്നത് അറിവില്ലായ്മ കൊണ്ട് അവരിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവത്തെ നീ സഹിക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറിവ് കേടുകൊണ്ട് പക്വതക്കുറവ് കൊണ്ട് അവരിൽ നിന്നുമുണ്ടാകുന്ന ഉപദ്രവങ്ങളെ പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടി ക്ഷമിക്കാൻ നിനക്ക് കഴിയുക എന്നുള്ളതാണ് നീ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മം എന്നതാണ് ഇസ്ലാമിൻ്റെ പാഠം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ 10-30 ദിവസക്കാലമായി ഖുർആൻ ഓതുന്നു, അത് പ്രസംഗിച്ച് കേൾക്കുന്നു, എത്തിക്കാഫിരിക്കുന്നു, നിസ്കരിക്കുന്നു, ഇബാദത്തുകൾ എടുക്കുന്നു. ഈ ഇബാദത്തുകളുടെ ഒക്കെ പരിണിത ഫലമായി, അതിൻ്റെ അനന്തര ഫലമായി നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റം വന്നു എന്ന് നമ്മൾ വിലയിരുത്തണം. ജീവിതം ഞാൻ വെറുതെ തമാശക്കൊക്കെ പറഞ്ഞാണെങ്കിലും നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഭാര്യയോടുള്ള സംസാരത്തിൽ, മക്കളോടുള്ള സംസാരത്തിൽ, അവരോടുള്ള പെരുമാറ്റത്തിൽ, നമ്മുടെ കൂട്ടുകാരുമായുള്ള നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ സംസാരത്തിൽ, നാട്ടുകാരുമായുള്ള നമ്മുടെ സംസാരത്തിൽ, പെരുമാറ്റത്തിൽ, അയൽവാസികളോടുള്ള നമ്മുടെ പെരുമാറ്റത്തിലൊക്കെ നമുക്ക് എന്ത് മാറ്റം കിട്ടി എന്ന് ആലോചിക്കണം. അഥവാ നമ്മുടെ നോമ്പ് സ്വീകരിക്കപ്പെട്ടോ ഇല്ലേ എന്നറിയാൻ, നമ്മുടെ നിസ്കാരം സ്വീകരിക്കപ്പെട്ടോ ഇല്ലേ എന്നറിയാൻ ഏറ്റവും ഉത്തമമായ ഒരു പരിശോധനയും പരീക്ഷയും ഇതാണ്. അള്ളാഹു ഈ പരീക്ഷയിൽ പാസ്സാകാൻ നമുക്കൊക്കെ തൗഫീഖ് തരുമാറാകട്ടെ. അതിനനുസരിച്ച് നമ്മുടെ അമലുകളെ അള്ളാഹു അസറുള്ള അമലുകളാക്കി തരുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന ഒരു അമലും അള്ളാഹു തള്ളിക്കളയാതെ അവൻ കരുണ കാണിക്കുമാറാകട്ടെ. അള്ളാഹു തആല ഇനിയും ഇങ്ങനത്തെ റമദാനിനെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു